എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ടെസ്റ്റിലെ ആദ്യ ദിനം തന്നെ ഇന്ത്യ കൈക്കലാക്കിയിരിക്കുകയാണ്. ജയ്സ്വാൾ, രോഹിത്, കുൽദീപ് തുടങ്ങിയ താരങ്ങൾ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അപ്പോൾ 5ാം ടെസ്റ്റിലെ ആദ്യ ദിന ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ടോസ് നേടി ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 2 മാറ്റങ്ങളുമായി ആണ് ഇന്ത്യ കളത്തിൽ ഇറങ്ങിയത്. ബുംറ, പടിക്കൽ തുടങ്ങിയ താരങ്ങൾ ആദ്യ 11-ൽ ഇടം നേടിയപ്പോൾ രജിത് പാട്ടിദാർ, ആകാശ് ദീപ് എന്നിവർ ടീമിൽ നിന്നും പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണർമാരായ സാക്രോളി, ബെൻഡക്കറ്റ് തുടങ്ങിയ താരങ്ങൾ മികച്ച കളി കാഴ്ചവെച്ചു. 64 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ആണ് ഇരുവരും ഇംഗ്ലണ്ടിന് സമ്മാനിച്ചത്. എന്നാൽ 17ാം ഓവറിൽ കുൽദീപ് ഇന്ത്യയ്ക്കു വേണ്ടി ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. 57 പന്തിൽ 27 റൺസ് നേടിയ ഡക്കറ്റിനെയാണ് പുറത്താക്കിയത്. പിന്നീട് 3ാം നമ്പരിൽ എത്തിയ ഒലിപോപ്പിനും യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. വെറും 11 റൺസിൽ നിൽക്കെ കുൽദീപ് പോപ്പിനെയും മടക്കി. മറുവശത്ത് ക്രോളി മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ച് നിലയുറപ്പിച്ചു. 37ാം ഓവറിൽ ക്രോളിയെയും കുൽദീപ് യാദവും മടക്കി 3 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. 108 പന്തിൽ 79 റൺസ് നേടി മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെയാണ് താരം കാഴ്ചവെച്ചത്. മറുവശത്ത് റൂട്ട് ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചെങ്കിലും ജഡേജ റൂട്ടിനെ എൽബിയിൽ കുരുക്കി വീഴ്ത്തി. 56 പന്തിൽ നിന്നും 26 റൺസ് നേടിയാണ് റൂട്ട് പുറത്തായത്. പിന്നീട് വന്ന ബെയർസ്റ്റോ, ക്യാപ്റ്റൻ സ്റ്റോക്സ്, വിക്കറ്റ് കീപ്പർ ഫോക്സ് എന്നിവർക്കും ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സ്റ്റോക്സ് ഇന്നും ഡക്കിൽ പുറത്തായി. ഇംഗ്ലണ്ട് വാലറ്റവും തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. അങ്ങനെ അവസാനം 57 ഓവറിൽ 218 ഇംഗ്ലണ്ട് ഓളൗട്ട് ആയി. ഇന്ത്യയ്ക്കു വേണ്ടി കുൽദീപ് യാദവ് 5 വിക്കറ്റ് നേടിയപ്പോൾ അശ്വിൻ 4-ഉം ജഡേജ 1 വിക്കറ്റും സ്വന്തമാക്കി. ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് സ്വപ്ന തുല്യ തുടക്കമാണ് ജയ്സ്വാളും രോഹിത്തും നൽകിയത്. ഇരുവരുടെയും വെടിക്കെട്ട് പ്രകടനത്തിന് മുന്നിൽ ഇംഗ്ലണ്ട് നാണം കെട്ടു. ധർമ്മശാലയിൽ ഇരുവരും ഇന്ന് അറ്റാക്ക് ചെയ്തു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബഷീറിന്റെ 8ാം ഓവറിൽ ജയ്സ്വാൾ 3 സിക്സറുകളാണ് പറത്തിയത്. ഇന്ത്യ എന്തായാലും ഇപ്പോൾ മികച്ച നിലയിലാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസിന് മുകളിൽ ഇന്ത്യ നേടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇന്ത്യ കൂറ്റൻ ലീഡ് നേടുമെന്ന് ഉറപ്പാണ്. കാരണം തകർത്തടിക്കാൻ കഴിവുള്ള നിരവധി താരങ്ങൾ വരാനുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ കൂറ്റൻ ലീഡ് നേടി ഇംഗ്ലണ്ടിനെ 5ാം ടെസ്റ്റിലും നാണം കെടുത്തി വിടുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.